ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ 30-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമ്മളിപ്പോൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ ചാപ്റ്ററായ അർജുന വിഷാദ യോഗയിലെ 30-ാമത്തെ ശ്ലോകമാണ് പഠിച്ചു നിർത്തിയത്. അതായത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുകയാണ്. ആ സമയത്ത് അർജുനൻ ഭഗവാനോട് പറയുകയാണ്, തേര് കൊണ്ടുവന്ന് രണ്ട് സേനകളുടെയും മധ്യത്തിൽ നിർത്തുമെന്ന്. അങ്ങനെ നിർത്തിയതിന് ശേഷം തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെ കണ്ടപ്പോൾ ഉണ്ടായ അർജുനൻ്റെ ആ ഒരു വിഷമമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ അർജുനൻ പറയുകയാണ്, ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതി പോകുന്നു. പിന്നെ പറയുകയാണ്, ദേഹമാസകലം ചുട്ടുനീറുന്നു, നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സ് കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഭഗവാനോട് അർജുനൻ പറയുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്. അതായത് 30-ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 31-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്താനി നിമിത്തങ്ങൾ, ച കൂടെ, പശ്യാമി ഞാൻ കാണുന്നു, വിപരീതാനി വിപരീതമായി, കേശവ അല്ലയോ കേശവ, ന ഇല്ല, ച കൂടെ, ശ്രേയോ എന്ന് വെച്ചാൽ നന്മ, അനുപശ്യാമി ഞാൻ കാണുന്നു, ഹത്വാ കൊല്ലുക, സ്വജനത്തെ നമ്മുടെ ആളുകളെ, അവർ പീപ്പിൾ, ആഹവേ യുദ്ധത്തിൽ. അല്ലയോ കേശവ, നിമിത്തങ്ങൾ ഞാൻ വിപരീതമായിട്ടാണ് കാണുന്നത്, സ്വജനങ്ങളെ യുദ്ധത്തിൽ കൊന്നിട്ട് ഒരു ശ്രേയസ്സും കാണുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. 32-ാമത്തെ ശ്ലോകം. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. ന ഇല്ല, കാംക്ഷേ ആഗ്രഹം, വിജയം തന്നെ വിക്ടറി, കൃഷ്ണ അല്ലയോ കൃഷ്ണ, ന ഇല്ല, ച കൂടെ, കിം എന്ത്, നോ നമുക്ക്, രാജ്യേന രാജ്യം കൊണ്ട്, ഗോവിന്ദ അല്ലയോ ഗോവിന്ദ, കിം എന്ത്, ഭോഗൈർ സുഖങ്ങൾ, ജീവിതേന ജീവിതം, വാ അല്ലെങ്കിൽ. അർത്ഥം ഇങ്ങനെയാണ്. അല്ലയോ കൃഷ്ണ, വിജയവും രാജ്യവും സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം? ഹേ ഗോവിന്ദ, ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടു തന്നെയോ എന്തു ഫലം? അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. ഈ യുദ്ധം ചെയ്ത് നേടുന്ന ഈ വിജയവും രാജ്യവും സുഖങ്ങളും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രാജ്യം കൊണ്ട് എന്താണ് കാര്യം ഗോവിന്ദ? ഭോഗങ്ങൾ കൊണ്ടോ, അതായത് നമ്മുടെ ആ സന്തോഷങ്ങൾ, രാജ്യമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഐശ്വര്യം, അതുകൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്ത് ഫലമാണ് എന്നാണ് ചോദിക്കുന്നത് അർജുനൻ ഭഗവാനോട്. കാരണം എല്ലാവരും മരിക്കുകയല്ലേ, യുദ്ധമെന്ന് പറയുമ്പം സർവനാശമാണ് ഫലം. അങ്ങനെ എല്ലാം നശിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ രാജ്യവും ആ ഭോഗവും കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. 33-ാമത്തെ ശ്ലോകം. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗഃ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം സ്തക്ത്വാ ധനാനി ച. ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. യേഷാം ആർക്കെല്ലാം, അർത്ഥേ വേണ്ടി, കാംക്ഷിതം ആഗ്രഹം, നോ നാം, രാജ്യം തന്നെ, ഭോഗഃ ഭോഗങ്ങൾ, സുഖാനി സുഖങ്ങൾ, ച കൂടെ, ത അവർ, ഇമേ ഈ, അവസ്ഥിത അവസ്ഥ, യുദ്ധേ യുദ്ധത്തിനായി, പ്രാണാം ജീവൻ, സ്ത്യക്ത ത്യജിച്ച്, ധനാനി ധനം,
ച കൂടെ. അർത്ഥം ഇങ്ങനെയാണ്: ആർക്കെല്ലാം വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിച്ചത്, അവരെല്ലാം പ്രാണനും ധനവും ഉപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്നു. 34 ശ്ലോകം. ആചാര്യ പിതര പുത്രാസ്തഥൈവ ച പിതാമഹ മാതുലാ ശശ്വര പൗത്രാ സ്യാലാ സംബന്ധിനസ്തഥാ. അർത്ഥം: ആചാര്യൻ, ആചാര്യന്മാർ, പുത്രൻ, പിതാമഹൻ, ഗ്രാൻഡ് ഫാദർ, ച കൂടെ, മാതുലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണൽ അങ്കിൾസ്, അമ്മ വഴിയുള്ള അങ്കിൾസ്, ശശ്വരാൻ ഫാദർ ഇൻ ലോ, പൗത്രാൻ ഗ്രാൻഡ് സൺസ്, സ്യാല സഹോദരീ ഭർത്താക്കന്മാർ, സംബന്ധിത ബന്ധുക്കൾ, തഥാ അതുപോലെ. അപ്പോൾ 2 സേനകളിലും ഇവരൊക്കെ ആചാര്യന്മാരും പുത്രന്മാരും പിതാമഹന്മാരും അതുപോലെ തന്നെ മാതുലന്മാരും ശശ്വരന്മാരും പൗത്രരും സഹോദരീ ഭർത്താക്കന്മാരും ബന്ധുക്കളുമൊക്കെ കാണപ്പെട്ടു എന്ന് അർജുനൻ വീണ്ടും ഭഗവാനോട് പറയുകയാണ്. 35. ഏതാന്ന ഹന്തുമിച്ഛാമി ജ്ഞതോ അപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം നു മഹീകൃതേ. അർത്ഥം: ഏതാൻ ഇവരെ, ന ഇല്ല, ഹന്തും വധിക്കുക, ഇച്ഛാമി ആഗ്രഹിക്കുക, ജ്ഞതോ അപി കൊല്ലപ്പെട്ടാലും, മധുസൂദനൻ അപി സമമായ, ത്രൈലോക്യരാജ്യസ്യ 3 ലോകങ്ങൾ, ഹേതോ വേണ്ടിപ്പോലും, കിം എന്തുകൊണ്ട്, നു അപ്പോൾ, മഹീകൃതേ ഭൂമിക്ക് വേണ്ടി. അർത്ഥം ഇങ്ങനെയാണ്: അല്ലയോ മധുസൂദന, എന്നെ ഇവർ വധിച്ചാൽ തന്നെയും 3 ലോകങ്ങൾക്ക് വേണ്ടിപ്പോലും ഇവരെ ഹനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്കു വേണ്ടി. 36. നിഹത്യ ധാർത്തരാഷ്ട്രാൻ ന കാ പ്രീതിഃ സ്യാജ്ജനാർദ്ദന പാപമേ വാശ്രയേദസ്മാൻ ഹത്വൈ താനാതഥാഹിനഃ. നിഹത്യ കൊന്നിട്ട്, ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രർ, ന നമുക്ക്, കാ എന്ത്, പ്രീതി സുഖം, സ്യാദ് പക്ഷേ, ജനാർദ്ദന ജന എന്ന അസുരനെ കൊന്നവൻ, അവനാണ് ജനാർദ്ദനൻ, പാപം ഏവം ഒന്നു മാത്രം, ആശ്രയേത് നേടുക, അസ്മാൻ നമുക്ക്, ഹത്വ കൊന്നിട്ട്, ഏതാൻ ഇവരെ, ആതതായിന മഹാപാപികൾ. അല്ലയോ ജനാർദ്ദനൻ എന്നുദ്ദേശിക്കുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ ആ പേര് കിട്ടിയത് ജന എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ്. അല്ലയോ ജനാർദ്ദന, ഇവരെ കൊന്നിട്ട്, അതായത് ആരെ കൊന്നിട്ട്, ധൃതരാഷ്ട്രപുത്രരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഈ മഹാപാവികളെ വധിച്ചാൽ പാപം മാത്രമാണ് ഫലമെന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു. തസ്മാനാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വാബന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാത് അതുകൊണ്ട്, ന ഇല്ല, അർഹത, വയം നമുക്ക്, ഹന്തും കൊല്ലുക, ധാർത്തരാഷ്ട്രാൻ സൺ ഓഫ് ധൃതരാഷ്ട്ര, സ്വാബന്ധവാൻ ബന്ധുക്കൾ, സ്വജനം, ഹി തീർച്ചയായും, കഥം എങ്ങനെ, ഹത്വ കൊന്നിട്ട്, സുഖിനഃ സന്തോഷം, സ്യാമ നാം, മാധവൻ ഹേ മാധവ, ഇവരെ ഹനിക്കുന്നത് യോഗ്യമല്ല. സ്വജനങ്ങളെ കൊന്നിട്ട് നാം എങ്ങനെ സുഖികളായി തീരും. 38. യദ്യപ്യേതി ന പശ്യന്തി ലോപോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. യദ്യപി എന്നാലും, ഏതേ ഇവർ, ന ഇല്ല, പശ്യതി കാണുക, ലോഭോപഹത ബുദ്ധിഹീനരായ അത്യാഗ്രഹികൾ, കുലക്ഷയകൃതം കുലക്ഷയം, അതായത് നമ്മുടെ കുലത്തിന് ക്ഷയമുണ്ടാവുക, ദോഷം, മിത്രദ്രോഹികൾ, ച കൂടെ, പാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം,
ഇനി അർത്ഥം: അത്യാഗ്രഹം കൊണ്ട് ബുദ്ധി കെട്ടവരായ ഇവർ കുലം നശിപ്പിക്കുന്നു, മിത്രങ്ങളെ ദ്രോഹിക്കുന്നു. ആരെ പറ്റിയാണ് പറയുന്നത്? ധൃത രാഷ്ട്രപുത്രന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. കഥം ന ജേനയസ്മനാഭിഹ പാപാദസ്മാനി വർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. അർത്ഥം: കഥം എന്തുകൊണ്ട്, വൈ, ന ഇല്ല, ജ്ഞേയം അറിയേണ്ടത്, അസ്മനാഭി നാം, പാപാത് പാപത്തിൽ നിന്ന്, അസ്മാത് ഈ, നിവർത്തിതും പിന്തിരിയുക, കുലക്ഷയകൃതം കുലക്ഷയം, ദോഷം ദോഷം, പ്രപശ്യദ്ഭിർ ശരിക്കു കാണുന്ന, ജനാർദ്ദന ജനാർദ്ദനൻ. അല്ലയോ ജനാർദ്ദന, എന്നാൽ കുലത്തിന് ദോഷം കാണുന്ന നാം ഈ പാപത്തിൽ നിന്നും പിന്തിരിയണമെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? അതാണ് ചോദിക്കുന്നത്. അതായത് കുലത്തിന് ദോഷം കാണുന്നു ഈ പ്രവർത്തികൾ, അതുകൊണ്ട് തന്നെ നാം ഈ പാപത്തിൽ നിന്നും പിന്തിരിയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. 40-ാമത്തെ ശ്ലോകം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം ക്യൽസ്നമധർമ്മോ അഭിഭവത്യുത. കുലക്ഷയേ കുലനാശം, പ്രണശ്യന്തി നശിക്കുക, കുലധർമ്മ കുലധർമ്മങ്ങൾ, സനാതന പുരാതനമായ, ധർമ്മേ ആത്മീയമായ, നഷ്ടേ നശിപ്പിക്കപ്പെടുക, കുലം കുലം, ക്യൽസ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായി, അധർമ്മോ അധർമ്മം, അഭിഭവതി തരണം ചെയ്യുക, ഉത തീർച്ചയായും. വാക്യാർത്ഥം ഇങ്ങനെയാണ്: കുലനാശത്താൽ സനാതനമായ കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ അധർമ്മം ആക്രമിക്കുന്നു. ഇതൊക്കെ അർജുനൻ ഭഗവാനോട് പറയുകയാണ്. അധർമ്മമാഭിഭവാത് കൃഷ്ണഃ പ്രദ്യുഷന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയഃ ജായതേ വർണ്ണസങ്കര. അധർമാഭിഭവാത് അധർമ്മത്താൽ, കൃഷ്ണ അല്ലയോ കൃഷ്ണ, പ്രദ്യുഷന്തി ദുഷിക്കുന്നു, കുലസ്ത്രീയ കുലസ്ത്രീകൾ, സ്ത്രീഷു സ്ത്രീകളിൽ, ദുഷ്ടാസു ദുഷിച്ച, വാർഷ്ണേയ വൃഷ്ണികുലജാതൻ, ജായതേ ഉത്ഭവിക്കുക, വർണ്ണസങ്കര വർണ്ണസങ്കരം. വാക്യാർത്ഥം: ഹേ കൃഷ്ണ, അധർമ്മത്താൽ കുലസ്ത്രീകൾ ദുഷിച്ചു പോകുന്നു. ഹേ വൃഷ്ണികുലജാത, അപ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുന്നു. എന്നാണ് ഇവിടെ അർജുനൻ ഉദ്ദേശിക്കുന്നത്? അല്ലയോ കൃഷ്ണ, അനാചാരങ്ങൾ കടന്നുകൂടി ദുഷിച്ചാൽ കുലത്തിലെ സ്ത്രീകൾ ദുഷിക്കാനിടയാകുന്നു, അവർക്ക് ദോഷമുണ്ടാകുന്നു. വൃഷ്ണികുലത്തിൽ അല്ലെങ്കിൽ വൈഷ്ണവ കുലത്തിൽ ജനിച്ച അല്ലയോ കൃഷ്ണ, സ്ത്രീകൾക്ക് ദോഷം സംഭവിച്ചാൽ അവരുടെ വർണ്ണമിശ്രം സംഭവിക്കാനിടവരുന്നു. വാഷ്ണേയ എന്ന് അഭിസംബോധന ചെയ്തതുകൊണ്ട് അങ്ങേക്കും ഒരു കുലമുണ്ടല്ലോ, അങ്ങ് അതിനെ ദുഷിക്കാൻ അനുവദിക്കുമോ എന്നാണ് ഇവിടെ അർജുനൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ അർജുനൻ ഒരു കാര്യം മറന്നു പോവുകയാണ്. യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ ദുര്യോധനാദികളുടെ അധർമ്മ നിമിത്തം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ദുഷിക്കാനിടയാകുമെന്നുള്ള കാര്യം മറന്നിട്ടാണ് അർജുനൻ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ ഭഗവാനോട് പറയുന്നത്. 42-ാമത്തെ ശ്ലോകം. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോ ഉദകക്രിയ. സങ്കര ചിന്താക്കുഴപ്പം, നരകായൈ നരകം, ഏവ പുറമേ, കുലജ്ഞാനാം കുലത്തെ നശിപ്പിക്കുന്ന, കുലസ്യ കുലത്തെ, പതന്തി വീഴ്ച, പിതരോ പൂർവികർ, ഹി നേരായി, യേഷാം അവരുടെ, ലുപ്ത പിണ്ഡോ ഉദകക്രിയ മരണാനന്തര പിണ്ഡം നൽകൽ. അർത്ഥം: വർണ്ണസങ്കരം കുലത്തെ നശിപ്പിക്കുന്നു, അവരുടെ പൂർവികർ മരണാനന്തര പിണ്ഡം ലഭിക്കാതെ പതിക്കുന്നു. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന
നരകേ നിയതം വാസോ ഭവതീത്യ അനുശുശ്രുമാ. മനുഷ്യാണാം മനുഷ്യൻ, ഉത്സന്ന കുലധർമാണാം കുലധർമ്മം നശിച്ച മനുഷ്യൻ, ജനാർദ്ദന ഓ ജനാർദ്ദന, നരകേ നരകത്തിൽ, അനിയതം അനേക വർഷം, വാസഹ വസിക്കുക, ഭവതി നിലനിൽക്കുക, ഇതി ഇപ്രകാരം, അനുശുശ്രുമ നാം കേട്ടു. അല്ലയോ ജനാർദ്ദന, കുലധർമ്മം ക്ഷയിച്ചുപോയ മനുഷ്യരുടെ വാസം എന്നും നരകത്തിലാണെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. ആഹോബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യുതാ. അഹോബദ അയ്യോ, കഷ്ടം, മഹത് മഹത്തായ, പാപം കർത്തും ചെയ്യുക, വ്യവസിത തയ്യാറാകുക, വയം നമ്മൾ, യത് അത്, രാജ്യസുഖലോഭേന രാജ്യസുഖഭോഗത്തിനായി, ഹന്തും കൊല്ലുക, സ്വജനങ്ങൾ, ഉദ്യത തയ്യാറെടുക്കുക. അഹോ കഷ്ടം, വലുതായ പാപം ചെയ്യാൻ നാം ഇറങ്ങിയിരിക്കുന്നു. രാജ്യസുഖഭോഗത്തിനായി സ്വജനങ്ങളെ ഹനിക്കുവാൻ ഉദ്യമിക്കുന്നു. അർജുനനാകെ വിഷമിക്കുകയാണ്, എന്തു ചെയ്യണമെന്നറിയാമല്ലാതെ. അതുകൊണ്ടാണ് ഭഗവാനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. യതി മാമ പ്രതീകാരമശസ്ത്രം ശാസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രരണേ ഹന്യസ്തന്മേ ക്ഷേമതരം ഭവേത്. യതി അങ്ങനെയെങ്കിൽ, മാമം ഞാൻ, അപ്രതീകാരം പ്രതിരോധിക്കാതെ, അശസ്ത്രം ശസ്ത്രമില്ലാതെ, ശസ്ത്രപാണയ കയ്യിലുള്ള അസ്ത്രം, ധാർത്തരാഷ്ട്ര സൺ ഓഫ് ധൃതരാഷ്ട്ര, രണേ യുദ്ധത്തിൽ, ഹന്യ ഹനിക്കുക, തത് അത്, മേ എന്നെ, ക്ഷേമതരം ക്ഷേമകരം, ഭവേത് ഭവിക്കും. അർത്ഥം ഇങ്ങനെയാണ്: ആയുധം ധരിക്കാത്ത എന്നെ അവർ ആയുധപാണികളായി ഹനിക്കുന്നുവെങ്കിൽ അതായിരിക്കാം എനിക്ക് ക്ഷേമകരം. അർജുന വിഷാദ യോഗയിലെ അവസാനത്തെ ശ്ലോകമാണ് 47-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്താർജുനഃ സംഘേ രഥോപവസ്ഥ ഉപാവിശത് വിസജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസഃ. ഏവം ഇപ്രകാരം, ഉക്ത പറഞ്ഞിട്ട്, അർജുനൻ സംഘേ യുദ്ധത്തിൽ നിന്ന്, രഥോപവസ്ഥ രഥത്തിൽ, ഉപാവിശത് ഇരുന്നു, വിസജ്യ ദൂരേക്ക് വെക്കുക, സശരം അമ്പ്, ചാപം വില്ല്, ശോക സംവിഘ്ന ദുഃഖത്താൽ ശരീരവും മനസ്സും, മനസ്സാ തളർന്ന്. ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ ശോകാകുലനായി യുദ്ധഭൂമിയിൽ വില്ലും അമ്പുകളും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ ഇരുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീത സുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പ്രഥമോധ്യായഃ. ഇതാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ ഭഗവാനോട് വിഷമിച്ചു പറഞ്ഞത്. ഈ കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അർജുനൻ ഇവിടെ വിഷമിച്ചത്? യുദ്ധത്തിന് വരാനൊക്കെ അർജുനന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ തൻ്റെ തേരാളിയായി ഭഗവാനെ കിട്ടിയപ്പോൾ ഒന്നും കൂടെ സന്തോഷിച്ചു. അങ്ങനെയാണ് യുദ്ധഭൂമിയിലേക്ക് വന്നത്. പക്ഷേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നോട് യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നവരെയും തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നവരെയും കണ്ടപ്പോഴാണ് അർജുനന് തോന്നിയത്, എന്തു തന്നെയായാലും യുദ്ധമെന്ന് പറയുന്നത് സർവനാശമാണ്. ആ സർവനാശത്തിൽ എൻ്റെ പക്ഷത്തുള്ളവരും എതിർപക്ഷത്തുള്ളവരും മരണപ്പെടും. എതിർപക്ഷത്ത് നിൽക്കുന്നവരെല്ലാവരും തന്നെ എൻ്റെ പിതാമഹന്മാരും സഹോദരീ ഭർത്താക്കന്മാരും സഹോദരങ്ങളും ആചാര്യന്മാരും ഗുരുദേവനുമൊക്കെയാണ്. അവരെയൊക്കെ കൊന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഈ രാജ്യം ആസ്വദിക്കുന്നത്? ഈ യുദ്ധം കഴിയുമ്പോഴേക്കും
എതിർപക്ഷത്തുള്ളവർ മാത്രമല്ല മരണപ്പെടുന്നത്, തൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളും മരണപ്പെടും. അപ്പോൾ ഒരു സർവനാശമാണ്. ബന്ധുക്കൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്, ശിഷ്യനും ഗുരുവും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊരു യുദ്ധത്തിൽ കൂടി നമ്മൾ നേടുന്ന ആ സമ്പത്തിനും ആ രാജ്യത്തിനുമൊന്നും യാതൊരു അർത്ഥവുമില്ല. അതൊരിക്കലും എന്നെ സന്തോഷിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് ഞാനിവിടെ അസ്ത്രമില്ലാതെ ഇരിക്കാം, അവരെന്നെ കൊന്നോട്ടെ, അതാണിതിലും ഭേദം എന്ന് പറഞ്ഞ അർജുനൻ എന്തു ചെയ്യാണ്? എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് തേർത്തട്ടിലേക്ക് തളർന്നിരിക്കുകയാണ്. ഈ വിവരമെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം, അർജുന വിഷാദ യോഗ. ഇനി അടുത്തത് ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായം, ദ്വിതീയോ അധ്യായ സാഖ്യയോഗ. അതാണ്. അതിൽ ഭഗവാൻ അർജുനന് ഇതിനൊരു മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് അടുത്ത തവണ ഈ ചോദ്യങ്ങളെല്ലാം നമ്മളോട് തന്നെ ചോദിച്ചു. ഇനി എന്താണ് ഇതിന് ഭഗവാൻ മറുപടി പറയുന്നതെന്ന് നിങ്ങളെല്ലാവരും കേൾക്കാനായി തയ്യാറെടുത്തിരിക്കുക. അടുത്ത വ്യാഴാഴ്ച നമുക്ക് ബാക്കി ഭാഗം കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.